2023-2024 ഫൈനാൻഷ്യൽ ഇയറിലെ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട സമയമാണിപ്പോൾ. അപ്പോൾ നിങ്ങൾ പലരും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടാവാം. പല ആളുകളും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നുള്ള പ്രിപ്പറേഷനിലായിരിക്കാം. ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ വരുത്തുന്ന 16 മിസ്റ്റേക്കുകളെ കുറിച്ചാണ്. പലരും നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ നാളത്തേക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ ഇന്ന് ഡേ എൻഡിൽ ചെയ്യാനായിട്ട് മാറ്റിവെക്കുകയോ ചെയ്യുന്ന വ്യക്തികളാണ്. ഇത് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന കാര്യത്തിലും ആപ്ലിക്കബിളാണ്. പലരും ടാക്സ് റിട്ടേൺ കറക്റ്റ് സമയത്ത് ഫയൽ ചെയ്യാനാണെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതിന് പലപ്പോഴും മടി കാണിക്കുന്നുണ്ട്. ഇതേപോലെയുള്ള കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് ഡേയിലേക്ക് മാറ്റി വെക്കാതിരിക്കുകയാണ് നല്ലത്. ഇനി നോക്കാം എന്തൊക്കെയാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകളെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് നോട്ട് ഫയലിംഗ് ITR അല്ലെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ. പല വ്യക്തികളും ധരിച്ചിരിക്കുന്നത് അവർക്ക് ടാക്സബിൾ ഇൻകം ഇല്ല, അതിനാൽ അവർ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥരല്ല എന്നാണ് പലരും ധരിച്ചിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം ഇല്ലാത്ത പല സാഹചര്യങ്ങളിലും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമാക്കുന്ന കുറേ വീഡിയോകൾ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ വീഡിയോ ഒന്ന് റെഫർ ചെയ്യുക. ഇതിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈവൻ നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം ഇല്ല എങ്കിലും ചില സാഹചര്യങ്ങളിൽ നിങ്ങൾ കമ്പൽസറി ആയിട്ട് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. ഈവൻ നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകം ഇല്ല എങ്കിൽ തന്നെയും ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രയോജനങ്ങളാണുള്ളത്. നിങ്ങൾ ഓൾഡ് ടാക്സ് റെജീം ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അതേപോലെ ന്യൂ ടാക്സ് റെജീമാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 3 ലക്ഷം രൂപയിൽ കൂടുതൽ ഇൻകം ഉണ്ടെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് യൂസിങ് റോങ് ITR ഫോം. പലപ്പോഴും നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുന്ന ഫോം ITR ഫോം എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ളതായിരിക്കാം. ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് നോർമലായിട്ട് ഇൻകം ഉള്ള ഒരു വ്യക്തിയാണ്, ഇൻകം ഫ്രം സാലറി, ഒരു ഹൗസ് പ്രോപ്പർട്ടി നിങ്ങൾ വാടകയ്ക്ക് കൊടുത്തു, അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം, ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ 50 ലക്ഷം രൂപയിൽ കൂടുതലല്ല നിങ്ങൾ ഇൻകം എങ്കിൽ നിങ്ങൾക്ക് ITR 1 സാധാരണയായിട്ട് യൂസ് ചെയ്താൽ മതി. എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ പല വ്യക്തികളും സ്റ്റോക്ക് മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടുകളിലും ഒക്കെ ഡീല് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അവരോട് സ്റ്റോക്കുകൾ വാങ്ങുന്നുണ്ടാവാം, മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങുന്നുണ്ടാവാം. അതെല്ലാം വിറ്റ് അവർക്ക് ലാഭമോ നഷ്ടമോ ഉണ്ടാകാറുണ്ട്. ഇതേപോലെ ഏതെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ഉള്ള വ്യക്തികളാണെങ്കിൽ സാധാരണയായിട്ട് ITR 2 ആണ് അവർ യൂസ് ചെയ്യേണ്ടത്. വേറൊരു കാര്യം, നിങ്ങൾ ഒന്നിൽ കൂടുതൽ പ്രോപ്പർട്ടികൾ വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ സാഹചര്യത്തിലും ITR 2 ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു ITR ഫോം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രദ്ധിക്കണം. ഇൻകം ടാക്സ് റിട്ടേൺ നമ്മൾ ഫയൽ ചെയ്യുമ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വാലിഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇന്ന് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന എല്ലാ ബാങ്കുകളുടെയും അക്കൗണ്ട് നമ്പർ അതിൽ കൊടുക്കുവാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പം ഈ അക്കൗണ്ട് നമ്പറുകൾ എൻ്റർ ചെയ്ത് അതിൽ തന്നെ ഒരു ഓപ്ഷൻ അവൈലബിൾ ആണ്. ആ ഓപ്ഷൻ ഉപയോഗിച്ച് അക്കൗണ്ട് നമ്പർ വാലിഡേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, പല വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ടാക്സ് റീഫണ്ട് കൂടുതലായിട്ടുള്ള TDS പിടിച്ചിട്ട് ടാക്സ് റീഫണ്ട് ലഭിക്കാനുള്ള വ്യക്തികളായിരിക്കാം. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ടാക്സ് റീഫണ്ട് യഥാസമയവും കറക്റ്റായിട്ട് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വാലിഡേറ്റ് ചെയ്താൽ മാത്രമാണ് ടാക്സ് റീഫണ്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, ഫെയിലുവർ ടു വെരിഫൈ യുവർ ITR. നമ്മൾ മിക്കവാറും എല്ലാവരും ഇലക്ട്രോണിക് ഫോമിലാണ് ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. ഇൻകം ഡിഡക്ഷൻസ് അതേപോലെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ, ഫയലിംഗ് വെബ്സൈറ്റിൽ നമ്മൾ എൻ്റർ ചെയ്ത് സേവ് ചെയ്യും. പല സമയങ്ങളിലും പലപ്പോഴും നമ്മളത് വെരിഫൈ ചെയ്യാറില്ല. ഇപ്പോൾ ഒരു ടാക്സ് റിട്ടേൺ ഫയലിംഗ് കംപ്ലീറ്റ് ആകണമെങ്കിൽ ഈ ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്യണം. അതിന് പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. നിങ്ങളുടെ ആധാർ നമ്പർ ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാം, അല്ല എങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മുഖാന്തരം നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം. ഇങ്ങനെ പല ഓപ്ഷൻസും അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു ഓപ്ഷൻസ് ഉപയോഗിച്ച് നിങ്ങൾ ടാക്സ് റിട്ടേൺ സേവ് ചെയ്ത് ഫൈനലായിട്ട് സേവ് ചെയ്തതിന് ശേഷം വെരിഫൈ ചെയ്യാനായിട്ട് മറക്കരുത്. നിങ്ങൾ അപ്ലോഡ് ചെയ്ത ടാക്സ് റിട്ടേൺ വെരിഫൈ ചെയ്യുന്നത് 30 ദിവസത്തിനകം ചെയ്യണം. 30 ദിവസത്തിനകം ഈ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഫയൽ ചെയ്ത ടാക്സ് റിട്ടേൺ ഇൻവാലിഡ് ആയി പോകും. പലപ്പോഴും നമ്മൾ മറന്നുപോകുന്ന ഒരു സംഗതി എന്ന് പറയുന്നത്, നമ്മൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ചില ഡിഡക്ഷൻസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് നൽകാറുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെക്ഷൻ 80 TTA അനുസരിച്ചിട്ട് 10,000 രൂപ വരെയും നമുക്ക് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന ഇൻട്രസ്റ്റ്
ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ മൾട്ടിപ്പിൾ ബാങ്ക് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളുകളാകാം, അല്ല എങ്കിൽ SBI അക്കൗണ്ടിൽ കൂടുതൽ പണം കീപ്പ് ചെയ്യുന്ന വ്യക്തികളാകാം. ഇങ്ങനെയുള്ള വ്യക്തികളിൽ ഒരു വർഷം 10,000 രൂപയിൽ കൂടുതൽ പല സമയങ്ങളിലും അവർക്ക് SBI അക്കൗണ്ട് ഇൻട്രസ്റ്റ് ലഭിക്കാറുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന ഇൻട്രസ്റ്റിൽ 10,000 രൂപ വരെയുള്ള എമൗണ്ടിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട. അത് നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എത്രയാണ് SBI അക്കൗണ്ടിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് എന്ന് ഈ ഫയലിംഗ് വെബ്സൈറ്റിൽ നിങ്ങൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് 10,000 രൂപ വരെയുള്ള ഡിഡക്ഷൻസ് നമുക്ക് ലഭിക്കും. പലപ്പോഴും പലരും ചിന്തിക്കുന്നത് SBI അക്കൗണ്ടിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ചെറിയൊരു ഇൻട്രസ്റ്റ് 2,000 ആകാം, 3,000 ആകാം, 5,000 ആകാം, ഇത് നിങ്ങളുടെ ടാക്സ് റിട്ടേണിൽ ഉൾപ്പെടുത്തണ്ട എന്നാണ് പലരും ചിന്തിക്കുന്നത്. പക്ഷേ അത് ശരിയല്ല. ഈവൻ ചെറിയ ഇൻകം ആണെങ്കിൽ തന്നെയും അത് നമ്മുടെ ടാക്സ് റിട്ടേണിൽ പ്രോപ്പറായിട്ട് നമ്മൾ എൻട്രി ചെയ്യേണ്ട അത്യാവശ്യമുണ്ട്. എസ്പെഷ്യലി ഈ 80TTA എന്ന് പറയുന്ന സെക്ഷൻ അനുസരിച്ചിട്ട് നിങ്ങളുടെ SBI അക്കൗണ്ടിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന 10,000 രൂപ വരെയുള്ള ഇൻകം ടാക്സ് ഫ്രീ ആണ്. അപ്പം പറഞ്ഞ കാര്യത്തോടനുബന്ധിച്ച് മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പല സമയങ്ങളിലും ഇതേപോലെയുള്ള ചെറിയ ചെറിയ എമൗണ്ടുകൾ നമ്മൾ ഓർക്കാതെ പോവുകയോ അല്ലെങ്കിൽ നമ്മൾ ഡെലിബറേറ്റ് ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കാതെ പോവുകയോ ചെയ്യും. നമുക്ക് ലഭിക്കുന്ന എല്ലാ ഇൻകവും നമ്മുടെ ഇൻകം ടാക്സ് റിട്ടേണിൽ നമുക്ക് കാണിക്കേണ്ട ആവശ്യമുണ്ട്. അത് പലതും എക്സംപ്റ്റഡ് ഇൻകം ആയിരിക്കാം, പലതും ടാക്സബിൾ ഇൻകം ആയിരിക്കാം. എക്സംപ്റ്റഡ് ഇൻകം ആണെങ്കിൽ ആ ഇൻകവും നമ്മുടെ ടാക്സ് റിട്ടേണിൽ കാണിക്കണം. അതിന് നമ്മൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അഗ്രികൾച്ചറൽ ഇൻകം, അതോടൊപ്പം തന്നെ PPF, ശൂന്യ സമൃദ്ധി, ഇതേപോലെയുള്ള പോസ്റ്റ് ഓഫീസ് ഡെപ്പോസിറ്റുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, ടാക്സ് ഫ്രീ ബോണ്ടുകളിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ്, നിങ്ങളൊരു നോൺ റെസിഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യക്ക് വെളിയിൽ നിന്ന് നിങ്ങൾക്കുള്ള വരുമാനം, നിങ്ങളുടെ സാലറിയോ മറ്റേതെങ്കിലും വരുമാനമോ, ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം ടാക്സ് എക്സംപ്റ്റഡ് ആണ്. ഇതിന് നിങ്ങൾ ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് ടാക്സ് എക്സംപ്റ്റഡ് ഇൻകം കാണിക്കുന്നതിനൊരു പ്രൊവിഷൻ അവിടെയുണ്ട്. അവിടെ നിങ്ങൾ എൻട്രി ചെയ്യണം. അതേപോലെ തന്നെ ഡിഡക്ഷൻസ്, പലപ്പോഴും നിങ്ങൾ ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്. കുട്ടികളുടെ ഫീസ് കൊടുക്കുന്നത് ടാക്സ് ഡിഡക്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഹെൽത്ത് കെയർ ഇൻഷുറൻസ് പോളിസികൾ, ഇതേപോലെയുള്ള നിക്ഷേപങ്ങൾ, ഇതേപോലെ ഒരുപാട് ഡിഡക്ഷൻസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഈ ഡിഡക്ഷൻസ് എല്ലാം ആക്ച്വലായിട്ട് നമുക്ക് ലഭിക്കണമെങ്കിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമാണ് ഈ ഡിഡക്ഷൻസും എക്സംപ്ഷൻസും നമുക്ക് റിയൽ ആയിട്ട് ലഭിക്കുകയുള്ളൂ. നമുക്ക് സാധാരണ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് 1 ഏപ്രിൽ മുതൽ 31 ജൂലൈ വരെ സമയമുണ്ട്. 4 മാസത്തെ സമയമുണ്ടെങ്കിൽ തന്നെയും പല ആളുകളും അത് കെയർ ചെയ്യാതെ ഈ പറയുന്ന ഡെഡ് ലൈന് ശേഷം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ ഡിലേ വരുത്തി കഴിഞ്ഞാൽ അതിന് പെനാൽറ്റി ആപ്ലിക്കബിൾ ആണ്. അത് 1,000 രൂപ മുതൽ 5,000 രൂപ വരെയും വരാം. 31 ജൂലൈ ആണ് ലാസ്റ്റ് ഡേറ്റ്. നിങ്ങൾക്ക് ഡിസംബർ 31 വരെയും റിട്ടേൺ ഫൈനോടുകൂടി ഫയൽ ചെയ്യാം. അത് 1,000 രൂപ മുതൽ 5,000 രൂപ വരെയുള്ള പെനാൽറ്റി നിങ്ങൾ അതിന് കൊടുക്കേണ്ടി വരും. 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ AIS. ഇത് നിശ്ചയമായിട്ടും നിങ്ങളുടെ ഇൻകം ടാക്സിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് അതിലുള്ള പർട്ടിക്കുലേഴ്സ് നിങ്ങൾ വെരിഫൈ ചെയ്യേണ്ടതാണ്. നിങ്ങൾ നടത്തുന്ന ഒട്ടുമിക്കവാറും എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഇൻകം, നിങ്ങൾ നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻസ്, മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻസ്, ബാങ്കുകളിൽ നടത്തിയിരിക്കുന്ന ഹൈ വാല്യൂ ഡെപ്പോസിറ്റുകൾ, അതേപോലെ തന്നെ നിങ്ങൾക്ക് കമ്പനികളിൽ നിന്നോ മറ്റോ ലഭിച്ചിരിക്കുന്ന ഈ ഡിവിഡൻഡ്, ഇതേപോലെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഉണ്ടാകാം. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ചെയ്ത് അത് ആക്ച്വലായിട്ടുള്ള നിങ്ങളുടെ ഡേറ്റയുമായിട്ട് കമ്പയർ ചെയ്ത് മാച്ച് ചെയ്യേണ്ട അത്യാവശ്യമാണ്. പല സമയങ്ങളിലും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ ഡിസ്ക്രിപ്പൻസി ഉണ്ടാവാം. ഇങ്ങനെ ഉണ്ടാകുന്ന ഡിസ്ക്രിപ്പൻസി ഇമ്മീഡിയറ്റ് ആയിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ നോട്ടിഫൈ ചെയ്ത് അത് റെക്ടിഫൈ ചെയ്യുകയും ചെയ്യണം. ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ നടത്തുന്ന എല്ലാ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസും അവർ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലുള്ള എല്ലാ ഫിനാൻസ് ഡീൽ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസും റെഗുലറായിട്ട് അവരെ കസ്റ്റമേഴ്സിന് അവർ ചെയ്യുന്ന ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് പ്രോപ്പറായിട്ട് ഇൻകം ടാക്സിനെ ഇൻഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റിൽ അപ്പിയർ ചെയ്യുന്നത്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ റിട്ടേൺസിൽ കാണിക്കാനായിട്ട് മറന്നു പോകരുത്. ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിങ്ങിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് 26AS എന്ന് പറയുന്ന ഫോമാണ്. ഇതും ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെൻറ്റ് പോലെ തന്നെ ഇൻകം ടാക്സിൻ്റെ വെബ്സൈറ്റിൽ നിന്ന്
നമ്മുടെ ലോഗിൻ ID ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്യാം. മെയിനായിട്ടും 26ASൽ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിരിക്കുന്ന TDSൻ്റെ ഡീറ്റെയിൽസും അതേപോലെ TCS ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സിൻ്റെ ഡീറ്റെയിൽസുമാണ് മെയിനായിട്ടും അപ്പിയർ ചെയ്യുന്നത്. നിങ്ങൾ ബാങ്കുകളിൽ നിക്ഷേപം നടത്തുന്ന ആളുകളാകാം, കമ്പനികളുടെ ഷെയർസിൽ നിക്ഷേപം നടത്തുന്ന ആളുകളാകാം, മ്യൂച്വൽ ഫണ്ടുകളിലോ മറ്റോ നിക്ഷേപം നടത്തുന്ന ആളുകളാകാം, മറ്റുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റികളിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സ്കീമുകളിലോ ഡെപ്പോസിറ്റ് നടത്തുന്ന ആളുകളാകാം. ഇങ്ങനെ ഉള്ള നിക്ഷേപങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് സാധാരണയായിട്ട് TDS അല്ലെ ടാക്സ് ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെ ഡിഡക്റ്റ് ചെയ്യുന്ന ടാക്സിൻ്റെ ഡീറ്റെയിൽസാണ് മെയിനായിട്ടും ഫോം നമ്പർ 26ASൽ അപ്പിയർ ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ TCS ഞാൻ പറഞ്ഞു, ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. നിങ്ങൾ ലക്ഷറി ആയിട്ടുള്ള ഏതെങ്കിലും ഐറ്റങ്ങൾ വാങ്ങുമ്പോൾ 10 ലക്ഷം രൂപയിൽ മേളിലുള്ള ഏതെങ്കിലും വെഹിക്കിളോ വാഹനമോ അല്ലെങ്കിൽ സ്വർണമോ ജുവല്ലറിയോ അതേപോലെയുള്ള ഏതെങ്കിലും ഐറ്റംസ് വാങ്ങുമ്പോൾ ആ വെൻഡർ സെയിൽ വാല്യൂവിൻ്റെ 1% ടാക്സ് ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. ഇതാണ് ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ടാക്സബിൾ ഇൻകം ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ തന്നെയും പല അവസരങ്ങളിലും ഇതേപോലെയുള്ള TDSും TCSും നിങ്ങൾ ടാക്സബിൾ ഇൻകം ഉള്ള ഒരു വ്യക്തിയാണെങ്കിലും ടാക്സബിൾ ഇൻകം ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ മാത്രമാണ് ഈ TDS അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് എക്സ്ട്രാ ആയിട്ട് ഡിഡക്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് നിങ്ങൾക്ക് റീഫണ്ടായിട്ട് ലഭിക്കുകയുള്ളൂ. ഈ NRIസിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർ മ്യൂച്വൽ ഫണ്ടുകളിലോ ഷെയറുകളിലോ നിക്ഷേപം നടത്തുമ്പോൾ അതിലുണ്ടാകുന്ന ക്യാപിറ്റൽ ഗെയിന് സാധാരണയായിട്ട് ഏത് മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നിങ്ങൾക്ക് ഇൻകം തരുന്നതെന്ന് വെച്ചാൽ അവർ ടാക്സ് ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. ഇങ്ങനെയുള്ള ടാക്സ് ഡിഡക്ഷൻ പലപ്പോഴും അവർക്ക് ടാക്സബിൾ ഇൻകം ഇല്ലാത്ത വ്യക്തികളായിരിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ടാക്സ് റീഫണ്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് ലഭിക്കണമെങ്കിൽ പ്രോപ്പറായിട്ട് ടാക്സ് റിട്ടേൺ അതായത് ITR 2 തന്നെ ഫയൽ ചെയ്താലാണ് ഈ ടാക്സ് റീഫണ്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. വ്യക്തികൾ ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ നിക്ഷേപങ്ങൾ അവരുടെ വൈഫിൻ്റെ പേരിലോ അല്ലെങ്കിൽ സ്പൗസിൻ്റെ പേരിലോ മൈനറായിട്ടുള്ള കുട്ടികളുടെ പേരിലോ നടത്താറുണ്ട്. നിങ്ങളിവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മൈനേഴ്സായ കുട്ടികളുടെ പേരിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസിൻ്റെ പേരിലോ നിങ്ങൾ നിക്ഷേപം നടത്തിയാൽ നിങ്ങൾക്ക് ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. ആ നിക്ഷേപത്തിൽ നിന്ന് ഏൺ ചെയ്യുന്ന ഇൻകം നിങ്ങളുടെ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യണം. അതാണ് ക്ലബിംഗ് പ്രൊവിഷൻ എന്ന് പറയുന്നത്. പലപ്പോഴും പല ആളുകളും ഇത് ചെയ്യാറില്ല. നമ്മൾ വിട്ടുപോകാറുള്ള നമുക്ക് പല രീതിയിൽ ഗിഫ്റ്റുകൾ കിട്ടാറുണ്ട്. ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഐറ്റംസ് ഒക്കെ ആയിട്ടോ നമുക്ക് ഗിഫ്റ്റ് ലഭിക്കാറുണ്ട്. ഇങ്ങനെ ലഭിക്കുന്ന ഗിഫ്റ്റുകളുടെ ആഗ്രഗേറ്റ് 50,000 രൂപയിൽ കൂടുതൽ വാല്യൂവിലുള്ള ഒരു ഗിഫ്റ്റാണ് നിങ്ങൾക്ക് ലഭിക്കുന്നതെങ്കിൽ അത് ടാക്സബിൾ ആണ്. അത് ഇൻകം ഫ്രം അതർ സോഴ്സിൽ ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് സേവിങ്ങിന് വേണ്ടിയിട്ടും മറ്റും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്താറുണ്ട്. അതേപോലെയുള്ള നിക്ഷേപങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള റെക്കോർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം, റെസീറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. പലപ്പോഴും വ്യക്തികൾ HRA ഹൗസ് റെൻറ്റ് അലവൻസ് എക്സംഷൻ വാങ്ങാറുണ്ട്. അപ്പോൾ പലപ്പോഴും അവർ കൊടുക്കുന്ന റെൻറ്റിനുള്ള റെസീപ്റ്റും മറ്റും അവർ വാങ്ങാറില്ല. പല സമയങ്ങളും ക്യാഷ് ആയിട്ടായിരിക്കും റെൻറ്റ് കൊടുക്കുന്നത്. ഇതേപോലെയുള്ള സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോഴും സബ്സിക്വൻ്റ് ആയിട്ട് ഇൻകം ടാക്സ് അതോറിറ്റീസ് വെരിഫൈ ചെയ്യുന്ന സമയത്തും നിങ്ങളതിൽ ഡിഡക്ഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റുകളുടെയോ എക്സ്പെൻസസുകളുടെയോ പ്രൂഫ് അവർ ചോദിക്കാം. അപ്പോൾ പല സാഹചര്യങ്ങളിലും സാലറീഡ് ആയിട്ടുള്ള എംപ്ലോയീസിൻ്റെ കയ്യിൽ നിന്ന് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ പ്രൂഫ് ചോദിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണിൽ നിങ്ങൾ ക്ലെയിം ചെയ്തിരിക്കുന്ന ഡിഡക്ഷൻസിൻ്റെയും ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഡീറ്റെയിൽസിന് പ്രോപ്പറായിട്ടുള്ള റെസീപ്റ്റോ പ്രൂഫോ മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ ടാക്സ് സേവിങ് പർപ്പസിന് വേണ്ടിയിട്ട് നടത്തുന്ന നിക്ഷേപങ്ങൾക്ക് പലപ്പോഴും ഒരു ലോക്കിൻ പീരീഡ് ഉണ്ടാവാം. 3 വർഷം 5 വർഷം ഒക്കെ ലോക്കിൻ പീരീഡ് ഉണ്ടാവാം. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടുകളുടെ ELSS സ്കീമുകളാണെങ്കിൽ 3 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. ബാങ്കുകളുടെ ടാക്സ് സേവിങ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ 5 വർഷത്തെ ലോക്കിൻ പീരീഡ് ഉണ്ട്. LIC അതേപോലെ ഇൻഷുറൻസ് കമ്പനികൾ നടത്തുന്ന പ്രീമിയത്തിനെല്ലാം ലോക്കിൻ പീരീഡ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ പീരീഡിന് മുന്നേ നിങ്ങൾക്ക് ഈ പണം വിഡ്രോ ചെയ്യാൻ പറ്റിയെങ്കിൽ അല്ലെങ്കിൽ വിഡ്രോ ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ വരുന്ന വർഷം ഏത് വർഷമാണോ നിങ്ങൾ ഈ എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത്, അപ്പോൾ നിങ്ങൾ മുൻകാലത്ത് അല്ലെങ്കിൽ മുൻ വർഷങ്ങളിൽ ഇത് ഉപയോഗിച്ച് നടത്തിയിരിക്കുന്ന ടാക്സ് സേവിങ് അല്ലെങ്കിൽ എത്രയാണോ നിങ്ങളുടെ ടാക്സബിൾ ഇൻകത്തിൽ നിന്ന് കുറച്ച് കാണിച്ചിരിക്കുന്നത് ആ എമൗണ്ട് നിങ്ങളുടെ കറണ്ട് ഇയറിൽ നിങ്ങൾ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ ഇൻകമായിട്ട് ആഡ് ചെയ്ത് അതിന് ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. നമ്മൾ സാധാരണയായിട്ട് ഷെയറുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ അല്ലെങ്കിൽ മറ്റ് ക്യാപിറ്റൽ അസറ്റുകൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് നഷ്ടമുണ്ടാകാം, ലാഭമുണ്ടാകാം.
നിങ്ങൾക്ക് ലാഭമാണ് ഉണ്ടാകുന്നതെങ്കിൽ, ക്യാപിറ്റൽ ഗെയിൻ ആണ് ഉണ്ടാകുന്നതെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. എന്നാൽ നിങ്ങൾക്ക് ഈ ട്രാൻസാക്ഷനിൽ നിന്ന് ലോസ് ആണ് ഉണ്ടാകുന്നതെങ്കിൽ എന്താണ് ചെയ്യുക? ഇവിടെയും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കൊരു ഓപ്ഷൻ തരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഷെയറുകൾ വാങ്ങി എല്ലാ വ്യക്തികൾക്കും എല്ലാ സമയത്തും ഷെയറുകളിൽ നിന്നോ മ്യൂച്വൽ ഫണ്ടുകളിൽ നിന്നോ ലാഭം ഉണ്ടാകണമെന്നില്ല. അഥവാ നിങ്ങൾക്ക് നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താൽ ഈ നഷ്ടം നിങ്ങൾക്ക് വരുന്ന 8 ഫൈനാൻഷ്യൽ ഇയറിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. അപ്പം വരുന്ന ഫൈനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് ലാഭമാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ ഈ ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്ന ലോസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം നെറ്റായിട്ട് നിങ്ങൾക്ക് അതിൽ വരുന്ന എമൗണ്ടിന് മാത്രം ടാക്സ് കൊടുത്താൽ മതി. അഥവാ നിങ്ങളുടെ ലോസ് ആണ് ക്യാപിറ്റൽ ഗെയിനേക്കാളും കുറവെങ്കിൽ ആ ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്ത് ബാലൻസ് ഉള്ള എമൗണ്ട് വരുന്ന ഫൈനാൻഷ്യൽ ഇയറുകളിലേക്കും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റും. മിസ്റ്റേക്ക് പലരും നടത്തുന്നത് ഓൾഡ് ടാക്സ് റെജീം അല്ലെങ്കിൽ ന്യൂ ടാക്സ് റെജീം ഏതാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പം എല്ലാ വ്യക്തികളും ചെയ്യേണ്ടത് അവർ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ അവർ റഫായിട്ട് അവർ ടാക്സ് ലൈബിലിറ്റി ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. ഓൾഡ് ടാക്സ് റെജീമിലും ന്യൂ ടാക്സ് റെജീമിലും എത്രയൊക്കെയാണ് അവർക്ക് ടാക്സ് ലൈബിലിറ്റി വരുന്നതെന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ അതിൽ അവർക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഏത് ടാക്സ് റെജീം ആണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് ആ ടാക്സ് റെജീമിൽ ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുക. ഇതൊക്കെയാണ് ജനറലായിട്ട് നമ്മളൊരു ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ, അല്ലെങ്കിൽ ഒരു ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഇതിൽ പറയാത്ത ഒരുപാട് മറ്റു കാര്യങ്ങളുമുണ്ട്. ജനറലായിട്ട് നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്കുകൾ മാത്രമാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചിരിക്കുന്നത്. ഇതൊരു ടാക്സ് അഡ്വൈസ് അല്ല. ടാക്സ് റിട്ടേൺ ഫയലിങ്ങിനെ കുറിച്ചോ ഇൻകം ടാക്സ് കമ്പ്യൂട്ടേഷനെ കുറിച്ചോ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഒരു ടാക്സ് കൺസൾട്ടൻറ്റിൻ്റെയോ അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെയോ ഹെൽപ്പ് എടുക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ മറ്റുള്ളവരുടെയും കൂടി അറിവിലേക്ക് ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് യഥാസമയം എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.